ക്ലാസ് റൂം PSCയിലേക്ക് സ്വാഗതം. LDC പോലെ എല്ലാവരും കാത്തിരിക്കുന്ന എക്സാമുകളിൽ ഒന്നാണ് LGS എന്ന് പറയുന്നത്. LGS നേടിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നതിനെ കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് LGS എന്താണ്, LGS എന്ന ജോലിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസുകളിലെ എല്ലാ സെക്ഷനുകളിലും അത്യാവശ്യം നല്ല ജോലിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ജോലിയിലൊക്കെ ക്ലർക്കുമാർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഒരു ഫയൽ എടുത്തു കൊടുക്കണമെങ്കിൽ ചെയ്തു കൊടുക്കുക, ഫയൽ കൊണ്ടുപോയി മേലുദ്യോഗസ്ഥന്റെ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കുക, തിരിച്ച് സെക്ഷനിൽ ഏൽപ്പിക്കുക, സർവീസ് ബുക്ക് എടുക്കണമെങ്കിൽ അതെടുത്ത് സഹായിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടും ഒരു LGSന്റെ ജോലി എന്ന് പറയുന്നത്. അത് ഓരോ ഓഫീസ് അനുസരിച്ച് മാറും. അതുപോലെ തന്നെ ഇപ്പം ജോലിയുടെ സമയം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഓഫീസിന്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 5 മണി വരെ ആയിരിക്കും ഒരു സർക്കാർ ഓഫീസിന്റെ ടൈം എന്ന് പറയുന്നത്. LGS അല്ലെങ്കിൽ ഒരു ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓഫീസ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് ഓഫീസിൽ ഹാജരായിരിക്കണം എന്നുള്ളതാണ് കേരള സർവീസ് റൂൾ പ്രകാരമുള്ള നിയമം എന്ന് പറയുന്നത്. അതായത് 10 മണിക്കാണ് ഓഫീസ് ടൈം തുടങ്ങുന്നതെങ്കിൽ ഒരു OA എന്ന് പറയുന്നത് ഓഫീസിൽ 9:30 ഹാജരായിരിക്കണം. ഓഫീസ് തുറക്കുക, അതുപോലെ ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഓഫീസിൽ ചെയ്ത് വെക്കുക, അതായത് ലൈറ്റ് ഇടുക, ഫാൻ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഓഫീസ് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അവർ ചെയ്യേണ്ടത്, രാവിലെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 5 മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഓഫീസ് പൂട്ടി താക്കോൽ ഏൽപ്പിച്ചിട്ട് പോകുക എന്നുള്ളതും ഒരു OAയുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. ഇനി ഒരു OAയുടെ ജോലിക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലർക്കിനെ പോലുള്ള സ്ട്രെസ് ഒന്നും OAയ്ക്കില്ല. കാരണം ഫയൽ വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു ഓഫീസിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് അപ്പുറമായിട്ട് സ്ട്രെസ്സായിട്ട് ചെയ്യേണ്ടതായ ഒരു കാര്യങ്ങളും OAയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. പിന്നെ ഇനി സാലറിയുടെ പാക്കേജിലേക്ക് നോക്കാം. സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ LD ക്ലർക്കിന്റെ സാലറി പാക്കേജ് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 26,500 മുതൽ 60,700 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വളരെ കുറച്ച ഒരു എമൗണ്ടിന്റെ വ്യത്യാസം മാത്രമേ LGSന്റെ ബേസിക് പേക്ക് ഉള്ളൂ. അതായത് ബേസിക് പേ എന്ന് പറയുന്നത് 23,000 മുതൽ 50,200 വരെയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ഈ 23,000ന്റെ ഒപ്പം DA നേരത്തെ 7% ഇപ്പോൾ ഓർഡർ വന്നിട്ട് അത് 9% ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ DA എന്ന് പറയുന്നത് കൂടും. പിന്നെ HRA നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിറ്റിയും അത് LD ക്ലർക്കിന്റെ പോലെ തന്നെയാണ്, സിറ്റിയും മറ്റുള്ള സ്ഥലങ്ങളും ഒക്കെ അനുസരിച്ച് അത് വ്യത്യാസപ്പെടും. അപ്പോൾ DAയും HRAയും ഉൾപ്പെടെ ഒരു LGSന്റെ സാലറി എന്ന് പറയുന്നത് ഏകദേശം 26,000-ഓളം രൂപ സാലറി ടോട്ടൽ ഉണ്ടായിരിക്കും. അതിൽ നിന്നും PF, GIS, SLI, മെഡിസെപ്പ്, NPS തുടങ്ങിയ മെയിൻ ആയിട്ടുള്ള കട്ടിങ്ങുകൾ ഇത്രയാണ് വരുന്നത്. PF, GIS, SLI ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അപ്പോൾ ഈ കട്ടിങ്ങിന് ശേഷം NPS എന്ന് പറയുന്നത് ബേസിക് പേയും DAയുടെ 10% NPSന്റെ കട്ടിങ് വരുന്നത്. മെഡിസെപ്പ് ആണെങ്കിൽ 500 രൂപ കട്ടിങ് വരും. അപ്പോൾ ആ കട്ടിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20,000-ഓളം രൂപ ഒരു LGSന്റെ കയ്യിൽ, ഒരു ഓഫീസ് അസിസ്റ്റന്റിന് കയ്യിൽ കിട്ടുന്നത് 20,000-ഓളം രൂപ കിട്ടും. അപ്പോൾ 20,000-ഓളം രൂപ കയ്യിൽ കിട്ടുന്നു. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് കിട്ടും. ഒരു വർഷം എന്ന് പറയുമ്പോൾ പ്രൊബേഷൻ പീരീഡ് ഒരു വർഷം തന്നെയാണ് LGSന്റേത്. അതിന് പ്രത്യേകിച്ച് ടെസ്റ്റ് ഒന്നും പാസ്സാവേണ്ടതില്ല. LD ക്ലർക്കിന് MOP പാസ്സാവേണ്ടത് പോലൊക്കെ LGSന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി MOP ഒന്നും പാസ്സാവേണ്ട ആവശ്യമില്ല. പ്രൊബേഷൻ ഒരു വർഷം കഴിയുമ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ആയി കിട്ടും, ഒരു വർഷം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് കിട്ടും. അങ്ങനെ ഓരോ വർഷത്തിലും ഇൻക്രിമെന്റ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ തന്നെ കയ്യിൽ കിട്ടും. പിന്നെ ഇവർക്ക് ബൈ ട്രാൻസ്ഫർ എക്സാമുകളൊക്കെ എഴുതാൻ സാധിക്കും. അതായത് 23,000 ആണല്ലോ ബേസിക് പേ. ഈ ബേസിക് പേക്ക് മുകളിലേക്ക് വരുന്ന ഉയർന്ന ശമ്പളമുള്ള എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും, എഴുതാനും സാധിക്കും. ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ ടൈപ്പിംഗ് ഒക്കെ അറിയാവുന്ന ആളുകൾക്ക് 10% റിസർവേഷൻ ഉണ്ട് OAമാർക്ക്. അതായത് ടൈപ്പിംഗ് അറിയാമെങ്കിൽ ബൈ ട്രാൻസ്ഫർ വഴി എക്സാം എഴുതിയിട്ട് ടൈപ്പിസ്റ്റ് ആയിട്ട് കയറാനായിട്ട് സാധിക്കും. പിന്നെ 3 വർഷം കഴിയുമ്പോഴാണ് ഇവർ സീനിയോറിറ്റി ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. പിന്നെ സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ കിട്ടുന്നത്. ഒരു OA എന്ന് പറയുന്നത് അടുത്ത പ്രൊമോഷനായിട്ട് പോകുന്നത് അറ്റൻഡറായിട്ടായിരിക്കും പ്രൊമോഷൻ കിട്ടുന്നത്. അതിനുശേഷം LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ്, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചിട്ട് പ്രൊമോഷൻ അവിടേക്ക് കിട്ടും. പിന്നെ ഉള്ളത് ലീവിന്റെ കാര്യമാണ്. ലീവ് എന്ന് പറയുന്നത് നമുക്ക് 20 ക്യാഷ്വൽ ലീവ് ഉണ്ട്, EL ഉണ്ട്, ഏൺഡ് ലീവ്. EL എന്ന് പറഞ്ഞാൽ ഏൺഡ് ലീവ് ഉണ്ട്, കമ്പ്യൂട്ടർ ലീവ് ഉണ്ട്, ഹാഫ് പേ ലീവ് ഉണ്ട്. ഇതെല്ലാം LD ക്ലർക്കിനുള്ളത് പോലെ തന്നെ ഉണ്ട്. പിന്നെ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, EL സറണ്ടർ ചെയ്യുമ്പോൾ ക്യാഷ് കയ്യിൽ കിട്ടും എന്നുള്ളതാണ് ഒരു LGSന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. LD ക്ലർക്കിനാണെങ്കിൽ EL സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത് PFലേക്ക് പോയിട്ട് 4 വർഷത്തിന് ശേഷം മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത്. എന്നാൽ LGSകാർക്ക്
EL സറണ്ടർ ചെയ്തിട്ട് 30 EL സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അതാണ് LGSന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പറ്റിയ ഒരു നല്ല ഗവൺമെന്റ് ജോലിയാണ് LGS എന്ന് പറയുന്നത്. അത് മാത്രമല്ല LGSൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി പഠിച്ച് എഴുതിയെടുത്ത് ഡിഗ്രി ലെവലിലേക്കുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്ത് എഴുതിയെടുത്ത് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ ഒരു LGS എന്ന് പറഞ്ഞിട്ട് അയ്യോ കുറഞ്ഞു കാണിക്കേണ്ട കാര്യമില്ല. ഒരു ജോലി പോലും ഇല്ലാത്ത ആളുകൾക്ക് അറിയാം എന്താണ് ഒരു LGS ആയിട്ടെങ്കിലും കയറിയാലുള്ള വില എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ PSCക്ക് തുടങ്ങുമ്പോൾ നമ്മളൊക്കെ പറയും ഒരു LGS എങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും പല ആളുകളും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റാത്ത ഇത് വന്നപ്പോഴത്തേനും ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു എക്സാമാണ് LGS എന്ന് പറയുന്നത്. പ്രൈവറ്റ് ജോലിയിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലത്തുള്ള കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത മാന്യമായ ഒരു ശമ്പള സ്കെയിലുള്ള മാന്യമായ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല സർക്കാർ ജോലി എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ കുടുംബത്തിനൊരു സഹായമാകുന്ന ഒരു ജോലിയാണ് LGS എന്ന് പറയുന്നത്. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ, നിങ്ങൾ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും LGSന് വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. LGS ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കില്ല. നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ എഴുതാം, നിങ്ങൾ LD ക്ലർക്കായിട്ട് മാറാം. അവിടെ നിന്ന് മുകളിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി പോകാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടാവുന്ന ഒരു ജോലിയാണ് LGS എന്ന് പറയുന്നത്. അപ്പൊ സമയം മെനക്കെടുത്തി കളയാതെ, സമയം പാഴാക്കി കളയാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുക. ഇനിയും നമ്മളെ സമയം വൈകിട്ടില്ല. എത്രയും വേഗം ഒന്ന് പഠിച്ചു തുടങ്ങുക. ജോലി നേടുക എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പഠിക്കുക. മനസ്സ് മടുത്തു പോകാതെ, നെഗറ്റീവ് മൈൻഡ് ആകാതെ, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി നേടും എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഇനിയും സമയം കളയാതെ പഠിച്ചു തുടങ്ങുക. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്